ഹലോ ഗൈസ്, പത്രമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അനന്തപുരിയിലെ ഏറ്റവും വലിയ മുറി അനിയുടെ മണിയറയായിട്ട് ഒരുക്കുവാണ് കേട്ടോ ദേവയാനി. എന്നിട്ട് ജലജോടും പറയുന്നുണ്ട്, നീ പോയി അവളുമാരെ വിളിച്ചോണ്ട് വാ, ഇതൊക്കെ ഒന്ന് കാണിക്കണ്ടേ. എനിക്ക് ആദർശനെ പോലെ തന്നെ അനി, ഞാൻ അവനെ എൻ്റെ സ്വന്തം മോനായിട്ട് തന്നെ കണക്കാക്കിയത്. ഇവിടെ കയറി വരുന്ന ആദ്യത്തെ മരുമകൾ നാളെ അനാമികയായിരിക്കും എന്നൊക്കെ പറയണുണ്ടോ. അപ്പോഴും ജലജ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അവിടെ എൻ്റെ മോനൊരു സ്ഥാനവും ഇല്ല എന്ന്. എന്നിട്ട് ദേവയാനി നേരെ നയനയുടെ മുറി ചെല്ലുവാണ്. എന്നിട്ട് പറയുന്നത്, നീ എൻ്റെ കൂടെ ഒന്ന് വന്നതെന്ന് പറയുമ്പോഴത്തേക്കും എന്താ അമ്മയെന്ന് നയന ചോദിക്കണോ. ആ സമയം ദേവേനി വരുന്നുണ്ട്, നീ ഇവിടെ ചുമ്മാ ഇരിക്കുവല്ലേ, വേറെ പണിയൊന്നുമില്ലോ, കൂടെ വാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ മുറിയിൽ നയനെ കൂട്ടിക്കൊണ്ട് വരുവാണ് ദേവേനി. അതേ സമയത്ത് ജലജ നവ്യനെയും കൂട്ടിക്കൊണ്ട് വരുവാണ്. എന്നിട്ട് ദേവേനി പറയുന്നുണ്ട്, ഇതാണ് അനിയുടെ മണിയറ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും നവ്യ ചോദിക്കുന്നുണ്ട്, ഇവിടുത്തെ ഏറ്റവും വലിയ മുറിയാണല്ലോ കൊടുക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ദേവേനി പറയുകയാണ്, ഇവിടുത്തെ മൂത്ത മരുമോളല്ലേ എന്ന് പറയുമ്പോൾ നയനെ എടുത്തടിച്ചോളൂ പറയുന്നുണ്ട്. കാര്യം പറഞ്ഞാൽ എൻ്റെ ചേച്ചി എന്നേക്കാളും മൂത്തമാണ്, പക്ഷേ ഈ വീട്ടിൽ ആദ്യം വന്ന മരുമോൾ ഞാനാണ്. അങ്ങനെ നോക്കുമ്പോൾ ഞാനായിരിക്കും ഈ വീട്ടിലെ മൂത്ത മരുമോളെന്ന് പറയുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവേനി പറയും, അതൊക്കെ പറച്ചില്ലേ ഉണ്ടാവുള്ളൂ, നിനക്കും നിൻ്റെ ചേച്ചിക്കും ഒക്കെ ഇവിടെ സ്ഥാനം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് പറയുവാണ്. അപ്പോഴത്തേക്കും നയനയും നവ്യയും പറയുകയാണ്, നിങ്ങൾ പറഞ്ഞാൽ പോരല്ലോ, മുത്തശ്ശനും മുത്തശ്ശിയും പറയണല്ലോ എന്നൊക്കെ പറയുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ജലജയും ദേവയാനിക്കും അടി കിട്ടിയ പോലെയാണ്, പക്ഷെ ഒന്നും മിണ്ടുവല്ല. അതേ സമയത്ത് നയന ചോദിക്കുന്നുണ്ട്, അമ്മ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണോ എന്നെ രാത്രി വിളിച്ചുകൊണ്ട് വന്നേ? ഇതിനെന്തെങ്കിലും സഹായം വേണമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ മാന്യത ഉണ്ടായേനെന്ന് പറയുവാണ്. അപ്പോഴത്തേക്കും ദേവയാനിക്ക് പിന്നെയും കൊള്ളുവാണ് കേട്ടോ. അതേ സമയത്ത് നവ്യ ജലജയോട് പറയാണ്, എൻ്റെ അമ്മായിയമ്മ ഇങ്ങോട്ടൊന്ന് വന്നേന്നും പറഞ്ഞ് ജലജനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ദേവയാനി പറയുന്നുണ്ട്, നിൻ്റെ വാസം ഇവിടുത്തെ വലിയ താമസിക്കാതെ തീരും, അത് നീ ഓർത്ത് വെച്ചോളാൻ പറയുമ്പോഴത്തേക്കും നയന പറയുവാണ്, അതൊക്കെ എനിക്കറിയാം, എത്ര നാൾ ഞാനിവിടെ ഉണ്ടാവുമെന്നും എന്ന് ഞാൻ പുറത്തിറങ്ങേണ്ടി വരുമെന്നൊക്കെ എനിക്ക് ഉറപ്പാണ്. പിന്നെ എനിക്ക് എൻ്റെ അമ്മായിയമ്മേനെ അമ്മായിയമ്മ എന്ന് വിളിക്കാമല്ലോ, അമ്മായിയമ്മയ്ക്ക് എൻ്റെ മരുമോളായിട്ട് കണക്കാക്കാൻ താല്പര്യമില്ലെങ്കിൽ കുഴപ്പമില്ല, എൻ്റെ ഭർത്താവിൻ്റെ അമ്മേനെയാണല്ലോ ഞാൻ അമ്മായിയമ്മയെന്ന് വിളിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ്. അത് കഴിയുമ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, ഞാനിവിടുന്ന് പോയതാണ്, തിരിച്ചെന്നെ കൂട്ടിക്കൊണ്ട് വന്ന ആദർശേനാണ്, ആദർശേൻ എന്നെ ഇഷ്ടമുള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ തന്നെ കാണും എന്ന് പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ദേവയാനിക്ക് അടി കിട്ടിയ പോലെ ആവുകയാണ്. അതേസമയം നവ്യ പറയുന്നുണ്ട് ജലജോട്, നയനയുടെ അമ്മായിയമ്മ പലതും കാണിക്കും, അതും വെച്ചുകൊണ്ട് എൻ്റെ അമ്മായിയമ്മ എൻ്റെ അടുത്തോട്ട് ഇറങ്ങണ്ട. പിന്നെ എൻ്റെ അമ്മായിയമ്മ ഞാനിവിടെ വലിഞ്ഞേറി വന്നു എന്നാണല്ലോ പറയുന്നത്, എൻ്റെ അമ്മായിയമ്മ ഇവിടെ എങ്ങനെ വന്നതെന്ന് പലരും പറഞ്ഞ് എനിക്കറിയാമെന്ന് പറയുവാണ്. ഇത് കേൾക്കുന്ന ജലജ ഒന്നും ഞെട്ടുവാണ്, നിനക്ക് എന്തറിയാമെന്ന്, കൂടുതൽ എന്നെയും കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട, അമ്മായിയമ്മ എന്ന് എൻ്റെ മുറി ഒന്ന് വിരിച്ചിടുക, പുതിയ ബെഡ്ഷീറ്റ് തന്നെ വേണം വിരിക്കാമെന്ന് പറയുവാണ്. അപ്പോഴേക്കും ജലജ പറയുകയാണ്, ഞാനെന്താ നിൻ്റെ വേലക്കാരിയോ? വേലക്കാരിയാണോ അല്ലോ എന്നൊന്നും എനിക്കറിയില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ മാലമോഷണത്തിൻ്റെ കഥ എല്ലാവരും അറിയും എന്ന് പറയുവാണ്. കഴിഞ്ഞ് കലി തുള്ളി ജലജ മുറി ചെന്ന് പുതിയ ബെഡ്ഷീറ്റ് വിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ നവ്യയ്ക്കും. ഇത് കണ്ടുകൊണ്ട് വരുന്ന അഭി ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ഇവിടെ നിൽക്കുമ്പോൾ നീ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്, നിൻ്റെയൊക്കെ ഒരു മണ്ടത്തരം കാരണം ഞാനിപ്പോൾ നിൻ്റെ ഭാര്യയ്ക്ക് ബെഡ്ഷീറ്റ് വിരിച്ചു കൊടുക്കേണ്ട അവസ്ഥയാവോ ഇട്ടിരിക്കുക എന്ന് പറയുവാണ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്തോട്ട് നവ്യ കയറി വരുവാണ്. നവ്യ ചോദിക്കും, വിരിച്ചു കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അബിയും ജലജയും ഇങ്ങനെ കലിപ്പിൽ നിൽക്കുവാണ് കേട്ടോ. അതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നവ്യ പറയും, നിങ്ങളെ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല, ഇവനൊരച്ഛനില്ലാതെ വളർന്നതിൻ്റെ പോരായ്മയൊക്കെ ഇവൻ്റെ സ്വഭാവത്തിലുണ്ട്, ഞാനൊരാൾ ഇവിടെ ഉണ്ടെന്നുള്ള ചിന്ത പോലും ഇല്ലാതെ ഇവൻ ജീവിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അബിക്ക് നല്ല ദേഷ്യം വരും കേട്ടോ. അബി പറയാണ്, നിൻ്റെ പെരുമാറ്റവും കുഴപ്പം കൊണ്ടാണ്, നീ നല്ല രീതിക്ക് വീട്ടിൽ വന്ന് കയറിയിരുന്നെങ്കിൽ നിന്നെ ഇവിടുത്തെ മരുമോളായിട്ട് തന്നെ ഞങ്ങൾ കണക്കാക്കിയേനെന്ന് പറയണം. ഇത് കേൾക്കുന്ന നവ്യക്ക് ദേഷ്യം വരുവാണ്. എന്നിട്ട് നവ്യ പറയാം, ഞാൻ നല്ല രീതിക്ക് വന്നിരുന്നെങ്കിൽ ഞാൻ നിൻ്റെ ഭാര്യയായിട്ടായിരിക്കും വരാം, നിൻ്റെ ഏട്ടൻ്റെ ഭാര്യയായിട്ടായിരിക്കും ഈ വീട്ടിൽ വന്ന് കയറണ്ടേ, ആ സമയത്ത് ഏട്ടൻ കൊള്ളില്ലാന്നും അതിലും വലിയ സംഭവമാണ് നീയെന്നും പറഞ്ഞ് എന്നെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടേക്ക് ഈ അവസ്ഥയെ കൊണ്ടാക്കിയത് നീയാ എന്നൊക്കെ പറഞ്ഞ് അബിയോട് ചൂടാവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ദേഷ്യം വന്നിട്ട് അബി കിടക്കുവാണ്. പിന്നെ നമ്മുടെ നയനയും നവ്യയും നാളെ അനാമിക വീട്ടിലോട്ട് വരുന്ന കാര്യമൊക്കെ സംസാരിക്കുവാണ്. അത് കഴിയുമ്പോഴത്തെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഓർക്കാൻ പോലും വയ്യാന്ന് നയ്യന പറയുമ്പം നവ്യ പറയുന്നുണ്ട്, ഞാനെന്തായാലും തീരെ താന്നു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നയനയും പറയുന്നുണ്ട്, ഞാനും അതെ, പിന്നെ മനസാക്ഷിക്കെതിരായിട്ട് ഞാനൊന്നും ചെയ്യുവേല എന്നൊക്കെ നയന പറയുന്നുണ്ട്. അതേ സമയത്ത് നയന പറയുന്നുണ്ട്, അനാമികയ്ക്ക് എന്തൊക്കെയോ ശരിയല്ലായ്മയുണ്ട്, കാരണം ഞാനും നന്ദും ജീവൻ പണയം വെച്ച് അവളെ രക്ഷിച്ചിട്ട് പോലും അവളത് ഇവിടെ ഉള്ളവരുടെ മുമ്പിൽ മാറ്റിയാണ് പറഞ്ഞത് എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, നന്ദുവായിരുന്നു എന്തുകൊണ്ടും എനിക്ക് നല്ലത് എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ്, പക്ഷേ നമ്മളെപ്പോലെ അവളും ഇവിടെ വന്ന് അനുഭവിക്കേണ്ട ഇടവരരുത്, അവളെങ്കിലും ഒരു നല്ല ജീവിതം ജീവിക്കണം, അവൾക്കെങ്കിലും സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടണം എന്ന് പറയുവാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന രാത്രിയിൽ
നയനേനെയാണ്. നയന ഇങ്ങനെ കിടക്കുമ്പോഴത്തും ആദർശ് പറയുകയാണ്, ഇപ്പോഴും അനാമിക അനിയുടെ മനസ്സിലില്ല. ഇങ്ങനെ പോയാൽ എന്താവും അവരുടെ ജീവിതം എന്ന് എനിക്കറിയില്ല. ചെറുപ്പം തൊട്ടേ ഞാൻ കൈപിടിച്ച് നടത്തിയ ചെറുക്കനാ. അവൻ്റെ മനസ്സിൽ ആരാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ നയന ചോദിക്കുന്നുണ്ട്, അത് ഈ കുടുംബത്തിന് ചേർന്ന പെങ്കൊച്ചല്ലെങ്കിലോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ആദർശ് പറയുന്നുണ്ട്, അങ്ങനെ ഒരു മണ്ടത്തരവൻ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവന് നേരത്തെ പറയായിരുന്നു എന്തെങ്കിലും മാർഗം ഉണ്ടാക്കായിരുന്നു എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, ഇനി എന്താണേലും അനാമികേനെ വേദനിപ്പിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, അതും ശരിയാ, ഇനിയിപ്പോൾ അത് മറന്നു കളയാനേ പറ്റത്തുള്ളൂ. മുത്തശ്ശൻ പക്ഷേ ഇന്നത്തെ വാഴക്കല്യാണത്തിൻ്റെ കാര്യമൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഒന്നുകൂടെ ചിന്തിച്ചേനായിരുന്നു. ഇതൊക്കെ എത്രത്തോളം ബലത്തിലുണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ആദർശ് പറയാം, അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടായാൽ മതിയായിരുന്നു, കുടുംബജീവിതം കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, നാളെ അവരുടെ ഫസ്റ്റ് നൈറ്റാ എന്ന് പറയുമ്പോഴേക്കും ആദർശ് വയ്ക്കുന്നുണ്ട്, അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ഒന്നുമില്ല എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞ് ആദർശ് ഇങ്ങനെ നയനേനെ നോക്കി കിടക്കുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.